ഈശോയിൽ സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളിലൂടെ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ജീവിതത്തിലെ ചില തിക്താനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത് എന്തിനാണെന്നറിയോ? ദൈവം നമ്മെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയാണ്, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. യാക്കോബിൻ്റെ ജീവിതം തന്നെ ഉദാഹരണമായിട്ടൊന്ന് നോക്കിക്കേ. ചതിയനായ യാക്കോബിൻ്റെ ജീവിതം ദൈവം പിന്നീട് മാറ്റി എഴുതുന്നുണ്ട്. ലാബാന്റെ കൊടും ചതിക്ക് വിധേയനാകുന്നുണ്ട് അയാൾ. പക്ഷേ പീഡാനുഭവങ്ങൾക്ക് ശേഷം പുറത്തു വരുന്ന യാക്കോബ് പിന്നീട് തീയാണ്. ജോർദാൻ കടന്നുപോയ യാക്കോബല്ല പിന്നെ തിരികെ വരുന്നത്. അതിശക്തനായിട്ടാണ്. ഇസ്രായേലിനെ ദൈവം കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയത് 20 വർഷമാണ് അല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, ഈ അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടി ദൈവം കാത്തുവച്ച ചില ജീവിതങ്ങളാണ്. ആ ജീവിതങ്ങൾ ദൈവം നിന്റെ വീട്ടിൽ കരുതി വച്ചിരിക്കുന്നത് നീയും നിന്റെ മക്കളും ഈ അഗ്നിപരീക്ഷയിലൂടെ കടന്നു വരുവാൻ വേണ്ടിയാണ്. ദൈവം ചില സാഹചര്യങ്ങളിൽ നമ്മെ കൊണ്ടുവന്നിടുന്നത് കുറച്ചുകൂടി ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയാണ്. ചില ദുരിതങ്ങൾ ദൈവം നമുക്ക് തരുന്നത് നാം കുറെ കൂടി ഒതുങ്ങാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ബോസ് നിങ്ങളെ അകാരണമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് വരുമ്പോൾ കണ്ണീരാണ് ലഭിക്കുന്നതെങ്കിൽ വിഷമിക്കേണ്ട. നിന്റെ അകത്ത് നിന്ന് ഒരു ജനത വരാനുണ്ട്. അതിനുവേണ്ടിയാണ് ആ ബോസിനെ അവിടെ വെച്ചിരിക്കുന്നത്. ചില ആളുകളെ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. എന്തിനെന്നല്ലേ? നമ്മെ കല്ലെറിയാൻ. എങ്കിലേ ദൈവം വിചാരിച്ചിരിക്കുന്ന ചില വൻ കാര്യങ്ങളിൽ നമ്മിലൂടെ നിറവേറപ്പെടുകയുള്ളൂ. മേൽത്തരം പാത്രമായി തീരാൻ, ഉത്കൃഷ്ടമായ പാത്രമായി തീരാൻ വേണ്ടിയാണത്. ചീത്ത വിളിക്കാൻ, കരയിപ്പിക്കാൻ, കല്ലെറിയാൻ ദൈവം അവരെ വെച്ചിരിക്കുന്നതാണെന്ന് നീ വിശ്വസിക്കണം. കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദാവീദിനെ പുറകെ നടന്ന് ചീത്ത വിളിക്കുന്നുണ്ട്. എടവഞ്ചക, കൊലപാതകി എന്നെല്ലാം പറഞ്ഞ്. ഈ ചത്ത പട്ടിയെ കൊന്നു കളയട്ടെ എന്നാണ് ഭടന്മാർ അപ്പോൾ ദാവീദിനോട് ചോദിക്കുന്നത്. അപ്പോൾ ദാവീദ് പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധേയം. ദാവീദിനെ ശപിക്കുക എന്ന് ദൈവം കൽപ്പിച്ചിട്ടാണ് അവരത് ചെയ്യുന്നതെങ്കിൽ അതിന് നിങ്ങൾ ആരാണ് അരുതെന്ന് പറയാൻ? നിങ്ങളുടെ ജീവിത പങ്കാളി, മക്കൾ, ഇവരൊക്കെ കുറെ കൂടി മെരുങ്ങാനുണ്ട്. അവർ മെരുങ്ങുന്നതിനൊപ്പം നിങ്ങളും മെരുങ്ങപ്പെടും. 19 വർഷമാണ് എൻ്റെ അമ്മ എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് വിശുദ്ധ അഗസ്റ്റീനോസ് പറയുന്നു. ആദ്യത്തെ മിനിറ്റിൽ തന്നെ ദൈവം എൻ്റെ അമ്മയുടെ പ്രാർത്ഥന സ്വർഗം കേട്ടു. സ്വർഗം അത് എഴുതി വെക്കുകയും ചെയ്തു. പക്ഷേ അഗസ്റ്റീനോസിൻ്റെ മാനസാന്തരമുണ്ടാവാൻ 19 വർഷം വേണ്ടി വന്നു. എന്തുകൊണ്ടെന്നല്ലേ? ആ 19 വർഷത്തിനിടയിൽ കത്തോലിക്ക സഭയിൽ വിശുദ്ധനായ ഒരു അഗസ്റ്റീനോസ് മാത്രമല്ല, വിശുദ്ധയായ മോനിക്കയും ഉണ്ടായി. അതായത് മകൻ്റെ മാനസാന്തരം വൈകുന്നത് അമ്മേ നീയും കൂടി ഒന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്. മകളുടെ മാനസാന്തരം വൈകുന്നത് അമ്മേ നീയും കുറച്ചുകൂടി മെരുങ്ങാൻ വേണ്ടിയാണ്. യാക്കോബിൻ്റെ ദൈവമെന്ന് എത്രയോ തവണ നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് യാക്കോബ് ഇങ്ങനെ പരാമർശിക്കപ്പെടാൻ യോഗ്യത നേടിയത്? മാനനഷ്ടത്തിൻ്റെ, അപമാനത്തിൻ്റെ, കൊലച്ചതിയുടെ 20 വർഷങ്ങളെന്നാണ് അതിനുത്തരം. ഈ 20 വർഷങ്ങളാണ് യാക്കോബിനെ ഇസ്രായേലായി മാറ്റിയത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഞെരുക്കത്തിൻ്റെ കാലം നമ്മളെയും നമ്മുടെ തലമുറയെയും രൂപപ്പെടുത്താനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം അറിയണം, നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുകയാണ്, പ്രസവവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. തളരരുത്, ദൈവം കൂടെ തന്നെയുണ്ട്.